Hi my family, so this is Saradi. Ajay. Welcome back to our channel La Family Vlogs. So ഇന്ന് ആക്ച്വലി നമ്മൾ ചലഞ്ച് ആയിട്ടല്ല വന്നേക്കുന്നത്, പകരം ഇന്ന് നമ്മൾ ഇതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി മാളൂന നമ്മളെ അനിയത്തെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. മെനിങ്ങാന്ന് കാരണം നമ്മൾ ഇതുവരെ പ്രാങ്ക് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും മാളൂനെ പ്രാങ്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. മാളു പെട്ടെന്ന് പ്രാങ്ക് ആവുന്നൊരു കൂട്ടത്തിലാണ്, അതുകൊണ്ടാണ് മാളൂന് ആദ്യം നമ്മൾ പ്രാങ്ക് ആയെന്ന് വിചാരിച്ചല്ലേ. അതുമാത്രമല്ല, നമ്മൾ മെനിങ്ങാന്ന് കാഞ്ചന മൂവി നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ, മാളു എപ്പോഴൊക്കെ കാഞ്ചന മൂവി കണ്ടാലും മാളു ഭയങ്കരമായിട്ട് പേടിക്കും. അപ്പം നമ്മൾ വിചാരിച്ചെന്തോന്ന് പേടിപ്പിക്കുന്ന അത് നമ്മൾ എന്ത് വേഷത്തിൽ ഞാൻ കാഞ്ചന വേഷത്തിലാണ് പറയുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ മാളു എന്തായാലും പേടിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പൊതുവേ മാളു അമ്മൂന്റെ മോൻ കണ്ട് എല്ലാരും പേടിക്കുന്നുണ്ട്. ഇനി അപ്പം കാഞ്ചന ആ വേഷം കൂടെ വരപ്പം നിങ്ങൾക്ക് എന്നെ മനസ്സിലാവല്ലോ എങ്ങനെയാണെന്ന്. നാളെ താങ്ക മുടിയില്ലേ, തല വലിക്കതേ. അപ്പം ഞാൻ ആക്ച്വലി കാഞ്ചന വേഷത്തിൽ വരും. എന്നിട്ട് സംഭവം ഇൻസിഡൻറ്റ് ഇത്രയാണ്. ഞാൻ ഫുൾ കാഞ്ചന വേഷത്തിൽ വന്നിട്ട് നമ്മളെ കിച്ചണിൽ വെച്ച് മാളുവിനെ പ്രാങ്ക് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം വേറെ എവിടെയെങ്കിലും വെച്ചത് ചിലപ്പോൾ മാളും സക്സസ് ആവില്ല. അതുകൊണ്ട് അപ്പോൾ കിച്ചണിൽ വെച്ചാകുമ്പോൾ ഞാൻ ഒരു സൈഡിൽ ഒളിഞ്ഞിരിക്കും, ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഞാൻ ഒളിഞ്ഞിരിക്കും. അല്ല, നമുക്കിനി പറയണോ? അതിനെക്കാട്ടും അവർക്കൊരു സസ്പെൻസ് ആയിട്ട് കൊടുക്കുന്നതല്ലേ നല്ലത്. നിങ്ങൾ എന്തായാലും കണ്ട് പേടിക്കും. എന്തായാലും ഇത് എൻ്റെ വിശ്വാസത്തിൽ സക്സസ് ആവുന്നതാണ്. കാരണം നമ്മൾ പേടിക്കും, ഉറപ്പായിട്ടും പേടിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. നിങ്ങളെല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണണം. അത് മാത്രമല്ല, നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം, നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, നമ്മളെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം. സോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിനി കാഞ്ചന ഫേസ് മേക്കിംഗ് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഞാൻ ഔട്ട്ഫിറ്റ് മൊത്തം ഞാൻ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് കാണാൻ പറ്റുമോ? ഇത് ആക്ച്വലി എൻ്റെ കയ്യിൽ സാരി ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കൂടെ റെഡ് കളർ ടോപ്പും ഉണ്ട്, പിന്നെ അടിയിൽ അണ്ടർസ്കർട്ടും ഉണ്ട്. കാരണം പൊക്കാൻ ഈസി ആയതുകൊണ്ട് എനിക്ക് എളുപ്പവും തോന്നുന്നു. ഓക്കെ, പിന്നെ ഇനി നമുക്ക് ഫേസും കൂടെ ചെയ്യണം. പറ്റുമെങ്കിൽ ഞാൻ ഒരാളെയും കൂടെ പ്രാങ്ക് ചെയ്യും. കിങ്ങിണിയെ കാണിക്കൂ. പാവം എന്താണെന്ന് പോലും അറിയാതെ കിടക്കണ കണ്ടാം. അവളെയും കൂടെ പ്രാങ്ക് ചെയ്യും. അവളെ റൂമിൽ പൂട്ടിയിട്ടിട്ട് എന്തായാലും ഞാൻ പ്രാങ്ക് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ അവൾക്ക് മനസ്സിലാവും ഞാനാണെന്ന് മനസ്സിലാവും. അവളുടെ റൂമിൽ പൂട്ടിയിട്ടിട്ട് അവളെ ഫസ്റ്റ് ടൈം എൻ്റെ മുഖം കാണുമ്പോൾ എന്തായാലും പേടിക്കുമല്ലോ. നമുക്ക് ആരെയൊക്കെ എന്തായാലും ഇന്ന് പേടിയാവും നമുക്ക് കണ്ടത്. എനിക്ക് തോന്നുന്നു എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് എനിക്ക് പേടിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഫേസ് ഒക്കെ ഞാൻ ഒന്ന് ചെയ്യട്ടെ കാഞ്ചനയെ പോലെ. ഓക്കെ, കമോൺ. Hello guys, this is my final. ഇതാണ് ആക്ച്വലി എൻ്റെ ഫൈനൽ ടച്ച്. എനിക്ക് എന്നെ കണ്ടിട്ടൊരു പേടിയാണ് സത്യമായിട്ട്. ഇന്ന് വെള്ളിയാഴ്ച ഒന്നുമില്ലല്ലോ. അല്ല, പറയാൻ പറ്റില്ല. ചിലവരൊക്കെ പറയൂലേ നമ്മൾ പ്രേതമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും അത് വരുമെന്ന് ആ സാധനം. എൻ്റെ പൊന്നുവിഘ്നേശ്വരൻ, എനിക്ക് എന്നെ കണ്ടിട്ടൊരു പേടിയുണ്ട്. അസല എനിക്ക് എന്നെ കാഞ്ചനയായിട്ട് തോന്നുന്നു. കൊള്ളാല്ലേ? ഓക്കെ, ഇത് സക്സസ് ആയ സക്സസ്, ഇല്ലെങ്കിൽ ശശിയായിട്ട് വരും. ഓക്കെ ഗൈസ്, ഇനി അവിടെ വെച്ച് കാണാം.
പറഞ്ഞു അമ്മ നിന്റെ ഈ മുഖം കാണുമ്പോൾ എനിക്ക് കാണിച്ചിട്ടില്ല അസലാണ് രാഘവിൻ്റെ അതേ മുഖമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പറഞ്ഞത്. പ്രത്യേകിച്ച് ഇങ്ങനെ നോക്കാം എനിക്ക് ഞാൻ മിക്കവാറും രാത്രി പേടിക്കും. പ്രത്യേകിച്ച് ലൈറ്റ് ഇട്ടിട്ട് ഇങ്ങനെ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് ഇവളുടെ മുഖം കാണുമ്പോൾ ഇത് ഒരുമാതിരി വൃത്തികെട്ട് എനിക്ക് എല്ലാ സമയത്ത് ഏതൊക്കെ പ്രേത സിനിമകൾ ഞാൻ കണ്ടു അതൊക്കെ എൻ്റെ കണ്ണിൽ കൂടെ ഇങ്ങനെ പോയി. അത്രയ്ക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു. കരച്ചിൽ വരെ വന്ന ഇടയ്ക്ക്. അതാണ് നീ അടിച്ച പിന്നെ ഈ പ്രാങ്ക് ഗൈസ് സക്സസ്ഫുള്ളായിട്ട് ഞാൻ ഏറ്റുവാങ്ങിയിരിക്കണം ഗൈസ്. എൻ്റെ കാഞ്ചന എക്സ്പ്രഷൻ ആൻഡ് എന്തിനാണ് എൻ്റെ പേര് പറയണത് എന്തൊരു കാഞ്ചനയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. ബിക്കോസ് എനിക്കറിയാം കാഞ്ചന എങ്ങനെയായിരുന്നു. ഞാൻ ഇത് രാഘവ് സാർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നെക്സ്റ്റ് മൂവിക്ക് എന്നെ ഒന്ന് കാസ്റ്റ് ചെയ്യും. ഞാൻ അടിപൊളിയായിട്ട് കാഞ്ചന അഭിനയിച്ചേനെ പാവാടയൊക്കെ പോയി. ഓക്കെ ഗൈസ്. ഇനി ഞാൻ അച്ഛനും കൂടെ പേടിച്ചു പോയി. എൻ്റെ ലിസ്റ്റിൽ അച്ഛനെ ഇല്ലായിരുന്നു. അച്ഛൻ എങ്ങനെയായിരുന്നു അച്ഛൻ തന്നെ പോകും. ഞാൻ കണ്ടപ്പോൾ ഒരു ട്രാഗിള പോലെ ഇരുന്ന് എനിക്ക് തോന്നി ഭയങ്കര പേടിയായിപ്പോയി. ഒരു പേടിയില്ലാത്തതും 10-62 വയസ്സായി എനിക്ക്. യഥാർത്ഥ റിയലായിട്ടുള്ള ഞാൻ കണ്ട് പേടിച്ചു പോയി. 60 വയസ്സ് ഞാൻ കണ്ട് പേടിച്ചു പോയി. യാഥാർത്ഥ്യമായിട്ട് നേച്ചറായിട്ടും ഉണ്ടായിരുന്നു ഈ സീന്. രണ്ടാളും പേടിച്ചു പോകും. ആര് കണ്ടല്ലോ അത്രയ്ക്ക് കിടിലായിരുന്നല്ലോ എൻ്റെ പെർഫോമൻസ്. നിങ്ങളും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യും. ബിക്കോസ് എൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിയാം. ഇതിൽ കിങ്ങിനെയാണ് ഏറ്റവും കിങ്ങിനിക്ക് ഞാൻ അമ്മയാണെന്ന് പോലെ അവൾക്ക് തിരിച്ചറിയാൻ പറ്റും. കിങ്ങിനെ കിടന്ന് ഓടനാണ് ഏറ്റവും പറ്റും. ഇതിൽ പേടിക്കാത്ത ഒരാളുണ്ട് അമ്മ. ഇതെന്താണ് ഈ വീട്ടിൽ ഇവിടെ നടക്കണമെന്നാണ് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേ ഇതിലേറ്റവും പ്രാങ്ക് ചെയ്യാൻ പാടുള്ള ആളാണ് അമ്മ. സോ അമ്മയ്ക്ക് മനസ്സിലായതെന്ന്. പക്ഷേ ഈ കുഴപ്പമില്ല. അടുത്ത പ്രാങ്കിൽ അങ്ങനെ എൻ്റെ പ്രാങ്ക് വീഡിയോ കാഞ്ചന പ്രാങ്ക് വീഡിയോ സക്സസ്ഫുള്ളി ആയിരിക്കേനെ ഗൈസ്. അപ്പോൾ ഇനി നിങ്ങൾ എന്തായാലും നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. അത് മോശം സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് മോശം. അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ്. വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. കാരണം ഈ മേക്കപ്പ് ഇട്ട് ഇത് എത്ര മണിക്കൂറത്തെ മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇട്ട് എൻ്റെ പെർഫോമൻസിനെങ്കിൽ അത് കുങ്കുമം. ഈ പെർഫോമൻസിന് നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യണം ലൈക്കും ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. അതേപോലെ നമ്മളെ ചാനലിൽ സപ്പോർട്ട് ചെയ്യണം ലേഡി. ലൈക്ക് ഷെയർ എല്ലാം ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ദിസ് ഈസ് ആർജി സൈനിങ് ഓഫ്, അഞ്ജന സൈനിങ് ഓഫ് ആൻഡ് ക്യാമറമാൻ സൈനിങ് ഓഫ്. സോ ലവ് യു, ടേക്ക് കെയർ.